ഒരുപാട് കാര്യങ്ങളും എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ഫലിതങ്ങളും പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങളും എല്ലാം പങ്കുവയ്ക്കുകയാണ്. ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടി എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ പ്രാവശ്യം ഷൂട്ട് ചെയ്യാറുള്ള പാടി തന്നെയാണ്. ഇന്നിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി നമ്മളിപ്പോൾ ഇന്നൊരു എന്താ പറയുക ഒരു പ്രത്യേക സ്റ്റൈലിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വന്നിരിക്കാറില്ല, ഇതിൻ്റെ പേര് തന്നെ പാടി എന്നാണ്. എന്തായാലും ആ പാടിയിലേക്ക് ആ നടിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതിനെ എളുപ്പമായി വിളിക്കുന്നൊരു പേരുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. രാധേ, രാധേ, എവിടെ പോയി കിടക്കാ? രാധേ, രാധേ, അയ്യേ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുന്നത് നമ്മുടെ ജാഫറാണ്. നടി എന്ന് പറയാൻ കുറച്ച് ആകാംക്ഷ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇത് നാടകത്തിലൊക്കെ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരണമാര് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ എന്തായാലും നടി ഈ പരിപാടിയുടെ പേര് അറിയാലോ അല്ലേ? മണി. അതെ, മണി വീണ മീട്ടുമ്പോൾ എന്നാണ്. ഇപ്പൊ ഏത് പടത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളിലും ഉണ്ടെന്ന് തന്നെ, എല്ലാ പടത്തിലും. അപ്പൊ തീർച്ചയായിട്ടും എന്റെ എല്ലാ ചിത്രങ്ങളിലും ഇപ്പൊ ജാഫർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജാഫർ എൻ്റെ എന്താ പറയണ്ട, എൻ്റെ മകളുടെയും കൂടി ഒരു ആരാധകനാ. അല്ല വേറൊന്നും അതല്ല, കാരണം ആദ്യമേ ആരാധന എന്ന് പറയാൻ കാരണം അന്നാള് ഞാൻ ഒരു സിനിമയുടെ പേര് അതിന്റെ കുഴപ്പമില്ല, അത് ഞാൻ പറയില്ല കേട്ടോ, കാര്യമുണ്ട്. കാരണം സിനിമ സിനിമ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് ഏത് പടം വായിക്കട്ടെ. ജാഫറിന്റെ ആദ്യത്തെ സീരിയൽ ഉണ്ടായിരുന്നു, ഓർക്കണ്ട? എട്ട് സുന്ദരികൾ. അത് അടിപൊളി തന്നെയായിരുന്നു. അത് പ്രത്യേക എന്താ പറയാ, പ്രത്യേക മൂവ്മെന്റ്സും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു കൂടുതലായിട്ട് തോന്നണ്ട, കുറവായിട്ടും തോന്നണ്ട. തീർച്ചയായിട്ടും ജാഫർ ഒരിക്കലും ഒരു കോമഡി നടനായിട്ട് വരേണ്ട ആളല്ല. തീർച്ചയായിട്ടും നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ പറ്റും. അതിന് ഉദാഹരണമാണ് വെറുതെ ഒരു ഭാര്യ. പിന്നെ അത് കൂടാണ്ട് തന്നെ ഒരു പടമുണ്ട്, കയ്യൊപ്പ്. ഉഗ്രം വേഷമാണ് അതിൽ, അടിപൊളിയാണ്. ഞാൻ എൻ്റെ പടത്തിൻ്റെ ക്ലിപ്പിങ്സ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഞാനൊരു ആരാധകൻ, എൻ്റെ മകളും ഒരു ആരാധകനാണ് ജാഫറിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ ചെറിയൊരു ഭാഗം നല്ലൊരു നടനാവാൻ കഴിയുമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ജാഫർ അതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്ക് അതുകൊണ്ട് കയ്യൊപ്പ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്തിരിക്കും വരാം. ഓക്കെ, അപ്പൊ നമ്മള് കയ്യൊപ്പിലെ സീൻ കണ്ടു. ജാഫർ നല്ലൊരു നടൻ തന്നെയാണെന്നുള്ള ഉറപ്പ് തന്നെയാണ്. പിന്നെ അതേമാതിരി ഹ്യൂമർ ആയാലും എന്തായാലും ഞാനും ആദ്യം ജാഫറിന് അറിയാലോ, നമ്മളും കോമഡി ഒക്കെ ചെയ്തിട്ടല്ല സിനിമയിൽ വന്നത്. ആദ്യം ചെയ്തൊരു സീരിയലാണ് ഞാൻ, വിനോദ് പിണ്ടാണി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ആ സീരിയലിന്റെ പേര് വിനോദശാല എന്നുള്ളത്. അതെ, GS വിജയൻ സാറിന്റെ ഇതാണ്. നമ്മൾ തമ്മിൽ കണ്ട എവിടെയാണെന്ന് അറിയാമോ, ഓർക്കണ്ടോ? നമ്മൾ കണ്ട ഒരു ചരിത്ര എന്റെ തമ്പുരാനെ ഇടുക്കി രാജഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അങ്കമാലിയിൽ ഭക്ഷണം കഴിക്കാൻ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ജോക്സ് ഇന്ത്യ കലാഭവൻ റഹ്മാൻ്റെ ട്രൂപ്പ്. അപ്പോൾ ആ ട്രൂപ്പിൻ്റെ വണ്ടി കൊണ്ട് ഞങ്ങൾ അങ്കമാലിയിൽ സുനിലിൻ്റെ കപ്പയിറച്ചി കിട്ടുന്ന കടയുടെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് തൊട്ട് ചേർന്നിരിക്കുന്ന ഹോട്ടലിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ കലാഭവൻ റഹ്മാനൊക്കെ ഇടുക്കി രാജൻ മാഷ്, എൻ്റെ ഗുരുവാ രാജൻ മാഷ്, പുള്ളി ഫീൽഡിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ രാജേഷ് കെ പുതുമന, ഇന്ന് പുള്ളി കോട്ടയത്തെ ഒരു സ്കൂളിലെ വാദ്യാര, ഒരു മറുകളിലെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിരുന്നപ്പോഴത്തേക്കും ഒരു ആള് കയറി വന്നു, ഒരു ജീൻസൊക്കെ ഇട്ട്, ഒരു ഏതാണ്ടൊരു വെളുപ്പിൽ കള്ളിയുള്ളൊരു ഷർട്ടും ഇട്ട് കയറി വന്നേക്കാം. ആ ഫോട്ടോ, ആ സമയത്തുള്ള ഫോട്ടോ എൻ്റെ കേട്ടോ, അത് നോക്കി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എടുത്തേ കാണിക്കാം. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ എന്നെ വലിയ പരിചയമില്ല, രാജേഷ് കപ്പുതവനും പരിചയമില്ല, ബഹുമാനക്കാരനും രാജൻ മാഷിനെ വന്നത് രാജൻ മാഷിനോടാണ് പറഞ്ഞത്. രാജൻ മാഷേ എന്ന് പറഞ്ഞ് വിളിച്ചു, ഒരു പയ്യൻ എന്ന് പറയാം, അദ്ദേഹം കളിച്ച മോണക്റ്റാണ്. അതും പറയാം. എന്നിട്ട് ഇങ്ങനെ വന്നു. എൻ്റെ പേര് മണി എന്നാണ്, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ചാലക്കുടിയിൽ. പിന്നെ പന്തൽ അലങ്കരിക്കാൻ പോകുന്നൊരു പരിപാടിയുണ്ട്, പന്തലിൻ്റെ ഇങ്ങനെ. അന്ന് എനിക്ക് സിമ്പിൾ ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു ഈ പന്തൽ പണിയുടെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട് ആ ട്രൂപ്പിൽ. അപ്പോൾ അത് വേണ്ട, മിമിക്സ് ഗാനമേള തുടങ്ങിയോണ്ട്
ഞാൻ സ്ട്രിങ്സ് ഒക്കെ വായിക്കണ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ചെയ്യണത്. ബെൻ ജോൺസന്റെ സംഭവം ചെയ്യുന്നുണ്ട്, കുരങ്ങിന്റെ സാധനം ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞിട്ട്. പിന്നെ രാജമാഷോട് പ്രത്യേകം പറഞ്ഞു, രാജമാഷിന് ഇങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ പുള്ളി കേരള ഓർമ്മ കോളേജിൽ പഠിക്കുമായിരുന്നു. മുക്കുവനും ഭൂതം അന്ന് ശ്രീകണ്ഠൻ നായർ സാറല്ലേ, അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞ് അപ്പം തന്നെ അവിടുന്ന് പോയ ആളാണ് ഈ ഇരിക്കണ കലാഭവൻ അല്ലേ? ശരിയല്ലേ? അതെ ഞാനന്ന്. പക്ഷെ എനിക്ക് ആ മുക്കുവനഭൂതം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും പ്രൈസ് കിട്ടിയത് അതേ മുക്കുവനഭൂതം തന്നെയാണ്. എന്തായാലും ഈ അവസരത്തില് ഇടുക്കി രാജമാഷിന് ഒരു നന്ദി എന്തായാലും അർഹതപ്പെട്ട തന്നെയാണ്. ആ നന്ദി ഞാൻ ഞങ്ങളുടെ കൈരളിയിലൂടെ രാജമാഷിനെ അറിയിക്കുകയാണ്. ഇടുക്കിയിൽ എല്ലാവരും കാണട്ടെ എന്ന് അറിയാം. തീർച്ചയായിട്ടും.